എന്താ റാങ്കൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഈ കോളേജിൽ CS കിട്ടുമോ, ആ കോളേജിൽ CS കിട്ടുമോ. നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ജസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. ഇടുക്കിയിലെ സ്റ്റേറ്റ് മെറിറ്റ് കാണിച്ചിട്ടില്ല. EW കാറ്റഗറിയിൽ 23,889 വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. EZ-ൽ 15,308, മുസ്ലിം കാറ്റഗറിയിൽ 10,698, BH 13,742, LA 29,797, DV 41,296, VK 20,386, BX 34,980, ST 44,706, SC ST 48,986. ഓക്കെ, അപ്പോൾ ഈ ഇയറും ഇത് തന്നെയായിരിക്കുമോ വരുന്നത്? ഒരിക്കലും ഈ ഇയർ ഈ ഒരു കട്ട് ഓഫ് തന്നെ വരും എന്നുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പല ആളുകൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒന്ന് സൈലൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ശല്യമാവും. ഓക്കെ, പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ തവണ കിട്ടുമോ, ഈ തവണ അവിടെ കിട്ടുമോ, ഈ തവണ ഇവിടെ കിട്ടുമോ, ഈ തവണത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ തവണത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിയണം. അതിന് മുമ്പ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുക? കുറച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? എന്താണിങ്ങനെ? ഓക്കെ, പോട്ടെ. ഗവൺമെൻറ് കോളേജ് കണ്ണൂരിൽ സ്റ്റേറ്റ് മെറിറ്റ് 3,546 ഈ രണ്ടാമത്തെ റോ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ ഒരുപാടെല്ലാം അങ്ങ് കാണിക്കുന്നില്ല, നിങ്ങളങ്ങ് വായിച്ചു നോക്കുക എവിടം വരെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നോക്കിക്കോ, 3,327. വേറെ എല്ലാ കാറ്റഗറിയുടെയും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാം വായിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി MA കോളേജ് കോതമംഗലം വേണ്ടവർ നോക്കിക്കോ, 2,660 നിങ്ങൾക്ക് വേണ്ട ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ. ബാക്കി EZ ഇവിടെ കാണുന്നുണ്ട്, മുസ്ലിം കാണുന്നുണ്ട്. ഈ നാലാമത്തെ റോ ആണ് നോക്കേണ്ടത്. നാലാമത്തെ റോ ലാറ്റിൻ കത്തലിക് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി എന്താണ്, NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് 3,382. ഓക്കെ, എല്ലാവരുടെയും വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ലാസ്റ്റ് റോ ആണ് ഈ കാണുന്നത്. നമ്മൾ ഗവൺമെൻറ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളേ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കാണിച്ചിട്ടില്ല. പക്ഷേ EW 8,268 ഈഴവ മുസ്ലിം ഫസ്റ്റ് റോ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, സ്റ്റേറ്റ് മെറിറ്റ് 1,127. ബാക്കിയുള്ള കാറ്റഗറിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നല്ല റാങ്ക് ഉണ്ടെങ്കിലാണ് ഇവിടെ കിട്ടുക. SC-ക്ക് പോലും 10,000-ന് അടുത്തുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, TKM എഞ്ചിനീയറിംഗ് കോളേജ് അടുത്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. 2,119 ഉണ്ടെങ്കിലാണ് കിട്ടുന്നത്. ബാക്കിയുള്ള മൂന്നാമത്തെ റോ ആണ് നോക്കേണ്ടത്, തേർഡ് റോ. ഇനി അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 649 ബാക്കി ഈ റോ. ഓക്കെ, ഫിഫ്ത്ത് റോ ആണ് 1, 2, 3, 4 ഫോർത്ത് റോ ആണ് നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനന്തവാടി. ഇതോടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ കഴിയാണ്. മാനന്തവാടിയൊക്കെ ഏറ്റവും താഴെ കിടക്കുന്ന കോളേജാണ്. അവിടെ പോലും ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് 3,445 വന്നിരിക്കുന്നത്. വേറെ കാറ്റഗറിയുടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജസിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എങ്കിലും വേറുള്ളിടത്ത് നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, ഈ IHRD നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. 17,000, 49, 25, 21, 49, 50,000 അടുത്തുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളിത് നോക്കിയേ. ഈ ഫസ്റ്റ് കോളം മാത്രം നിങ്ങളൊന്ന് നോക്കി പോയിക്കേ. കണ്ടോ, ഫസ്റ്റ് റോ കോളം മാത്രം. SCT-യിൽ 4,224. കണ്ടോ, 50,000 ഉള്ളവർക്ക് കിട്ടും CS. കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ നല്ല കോളേജ് ആയിരിക്കില്ല,
എന്നുള്ളതാണ്. ടോപ്പ് 10 വരുന്ന കോളേജസിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് ചോദിച്ചെങ്കിൽ, നിങ്ങൾ എത്ര കുട്ടികൾ ഒരു കോളേജിനെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ ഒരു കോളേജിനെ ഇഷ്ടപ്പെടുന്നു, ആ കോളേജിലെ ആ ബ്രാഞ്ചിനെ എത്ര കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഹൈ റാങ്കുള്ള കുട്ടികൾക്കൊക്കെ ഒരു കോളേജ് ഇഷ്ടമാണ്, ആ കോളേജിൽ ഒരു ബ്രാഞ്ചും ഇഷ്ടമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആ ഹൈ റാങ്കുള്ള എല്ലാവരും ആ കോളേജും ആ ബ്രാഞ്ചും സെലക്ട് ചെയ്താൽ അവിടെയുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല റാങ്ക് ആയിരിക്കും. ഓക്കെ, താഴ്ന്ന റാങ്ക് വരത്തില്ല. അപ്പം ലാസ്റ്റ് റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കീം എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളുടെ ഇഷ്ടത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അതുമായിട്ട്. ഓക്കെ, താങ്ക് യു.